13 വയസ്സായിരുന്നു അവൾക്ക്. എത്തിൻകുട്ടിയായിരുന്നു. പണവും രാഷ്ട്രീയവും ഉള്ളവർക്ക് എന്തുമാകാമെന്നുള്ള കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ടു അവൾ ക്രൂരമായി. നീതി കിട്ടിയില്ല സാർ. ആയിഷയ്ക്കും ആയിഷയുടെ കുടുംബത്തിനും. പറയടോ. സാറേ, എൻ്റെ മറ്റേ കേസിൻ്റെ കാര്യം ഉണ്ടല്ലോ, അപ്പോൾ അതൊരു 10 രൂപയും കൂടെ കൂട്ടി തരികയാണെങ്കിൽ ആ കേസ് തന്നെ ഒന്നാണ്ട് ഒഴിവാക്കി തരുമോ സാറേ? താൻ ഈ ഇടയ്ക്ക് വിളിച്ചിട്ട് 10,000 രൂപ കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലടോ. ഫൈനൽ എമൗണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു, 2 lakh. അതെൻ്റെ കയ്യിലെത്തിയാൽ ഈ കേസിൽ നീ പ്രതിയാവില്ല. ഓക്കെ? പോലീസ് റോബിൻ പോലീസ്. എസ് ഐ റോബിൻ. കേസുകൾ മുക്കി കോടികളുണ്ടാക്കിയ റോബിൻ. നിന്റെ ചോദ്യം 1, ഞാൻ ആരാണ്? ബിലാൽ ജോൺ കുരിശിങ്കൽ. അല്ലെങ്കിൽ സാഗർ, എലിയാസ്, ജാക്കി,
ഡെവിൽ പടവീടൻ, എന്തും എന്തും വിളിക്കാം നിനക്ക്. റോബിൻ, പേടിയുണ്ടോ റോബിൻ? These gloves, my hand. Oh, change my hand, my gloves. Oh, loved. No, loved. പേടിയുണ്ടോ റോബിൻ? പേടിയുണ്ടോ? Loved. Yes, അടിപൊളി. കൊള്ളാം. റോബിൻ പേടിയുണ്ടോ? This my gloves. Slow poison. നീ മരിക്കേണ്ട, പതുക്കെ മരിക്കേണ്ടവനാ. റോബിൻ പേടിയുണ്ടോ? Say Robin. Yes, that finish. ഇനി പറ, നീ എന്താ ചോദിച്ചേ? എനിക്കെന്താ വേണ്ട? നീ ആരാ? നിനക്ക് എന്താ വേണ്ടേ? റോബിൻ, നീ കണ്ടോ റോബിൻ? ഈ പേപ്പർ കണ്ടോ റോബിൻ? പേപ്പറിലെ ഫോട്ടോ കണ്ടോ റോബിൻ? ഈ കുട്ടിയെ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ റോബിൻ? തിരിച്ചു തരാൻ പറ്റുമോ റോബിൻ? പറ്റില്ല. വിശ്രമിക്കുന്നുണ്ടാവും, സ്വർഗത്തിലെ മാലാഖമാർക്കിടയിൽ വിശ്രമിക്കുന്നുണ്ടാവും റോബിൻ. ശരിയല്ലേ റോബിൻ? സ്വർഗത്തിലെ മാലാഖമാർക്കിടയിൽ വിശ്രമിക്കുന്നുണ്ടാവും. അല്ലേ റോബിൻ? 13 വയസ്സുകാരിയായ പെൺകുട്ടി, കൂട്ടബലാത്സംഗത്തിനിരയായ 3 പ്രതികൾ നീ വെറുതെ വിട്ടു. അല്ലേ റോബിൻ? ആ കേസ് നീ ഇല്ലാണ്ടായി. പണം മാത്രമായിരുന്നു ലക്ഷ്യം. മരണമെത്തുന്ന നേരത്ത് നീന്തയരികിൽ ഇത്തിരി നേരം റോബിൻ. ഡിസ്പവൻ to a Malsat. This is my passion. This is my role. Slow poison. പതുക്കെ മരിക്കണം. വളരെ പതുക്കെ. റോബിൻ, come on man. കാഴ്ച നഷ്ടപ്പെട്ടോ? കാണുന്നില്ല? ഒന്നും കാണുന്നില്ല. Good. This is my role. തെറ്റ് ചെയ്തത് എനിക്ക് ഞാൻ തരും ശിക്ഷ. പ്ലീസ്. കണ്ടോ റോബിൻ? കത്തി കണ്ടോ? ആദ്യം വരാം, സ്ലോലി, പതുക്കെ. You know English? This is only my poison. It's my syringe. Where my syringe? Slowly, poison is go inside my disposable syringe. Robin, 10 hours, 10 മണിക്കൂർ. അതാണ് നിന്റെ മരണത്തിന്റെ സമയം. Slowly, man, slowly. റോബിൻ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ എന്റെ പേര് ചോദിച്ചു അല്ലേ? യെസ്, അറക്കൽ മാധവൻ. റോബിൻ, നീ കേൾക്കുന്നുണ്ടോ റോബിൻ? നീ രക്ഷപ്പെടുത്തിയ 3 പ്രതികൾ എൻ്റെ 3 ബുള്ളറ്റിൽ തീർന്നു.
ഇത് നിന്റെ അവസാനത്തെ ശ്വാസമാണ്. ഇനി നീ നിന്റെ ഞരമ്പുകൾ മാത്രം 10 മണിക്കൂറിൽ. The end of the month. റോബിൻ, 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 slowly death. വളരെ വളരെ എല്ലാം വളരെ പെട്ടെന്ന്. മരണമെത്തുന്ന നേരത്ത് നീന്റെ അരികിൽ ഒത്തിരി നേരം ഇരിക്കണേ, ഒത്തിരി നേരം ഇരിക്കണേ. Freeze. Vodka. It's only 1 pack. First kiss of the lady. Last punch of the pack. Nice cool. Freeze vodka. Kolam. Nice home. Nice mood. Nice cool. ലേഡി, ആരാ? ആരാ? മീ? ആരാ? മീ? പറയൂ. ഞാനോ? പറയൂ. അറക്കൽ മാധവനുണ്ണി. What? No. You English? What? എനിക്കറിയില്ല. ഞാൻ നന്ദഗോപാലന്മാരാണ്. What nonsense are you talking? ഞാൻ നോ. നീ ഒരു കാര്യം ചെയ്യേ, നീ എന്നെ ഡേവിഡ് എന്ന് വിളിച്ചാൽ മതി. അതാണ് എനിക്കിഷ്ടം. ഡേവിഡ്. തനിക്ക് ഞാൻ ആരാണെന്നറിയില്ല. You don't know who I am. English? I call police. I will call police. I call police. Call police? Call police. നിന്റെ കയ്യിൽ കുറെ അധികാരികളുണ്ടെന്ന് വെച്ച് നിന്റെ കോണത്തിൽ ഇംഗ്ലീഷിനോട് പറഞ്ഞാലുണ്ടല്ലോ മാഡം. No. മാഡത്തിന് 2 ഓപ്ഷൻ ഉണ്ട്. No. ഒന്നാമത്തെ ഓപ്ഷൻ, ഈ കിടക്കുന്നവനെ 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കിടത്താം. സെക്കൻഡ് ഓപ്ഷൻ, ഡോക്ടർ ആനി. ഈ മെഡിസിൻ കുത്തിവെച്ച കേസിൽ നിങ്ങൾ ഡോക്ടർ ആനി, നിങ്ങൾ 10 വർഷം ജയിലിൽ കിടക്കാം. Your choice. No comments. Yeah. Crying, madam. No crying. Madam, മരിക്കണോ ജയിലിൽ കിടക്കണോ? ഡോക്ടർ ആനിക്ക് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. കൊല്ലുന്നതിന് മുമ്പ് ഡോക്ടർ ആനിയുടെ കഴപ്പും ഞാൻ അങ്ങ് തീർക്കും. ബൈ.
ഗുഡ് ഈവനിങ് സാർ. ആ നാസറ ഇരിക്ക്. സാർ, നമ്മുടെ പരിധിയിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്താടോ താൻ അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നേ? അത് പിന്നെ സാർ, താൻ ടെൻഷൻ അടിക്കണ്ടോ? നമുക്കറിയാലോ അവനെ. അവൻ നാറി നാറിന്നേ. സസ്പെൻഷനിലാണെങ്കിലും കിട്ടുന്നതൊക്കെ വാങ്ങിക്കൂട്ടും അവൻ. ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. കുറച്ച് ക്രിട്ടിക്കലാണോ? തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അന്വേഷണം വേണം നാസറേ, വേണ്ട രീതിയിൽ. ഓക്കെ സാർ. റോബിന് അങ്ങനെ ഒരു പണി കിട്ടിയതിൽ എനിക്ക് സന്തോഷം. പണത്തിന് വേണ്ടി എത്ര കേസാവൻ മുക്കിയിട്ടില്ലേ. അവസാനം ആയിഷ എന്ന് പറയുന്ന 13 വയസ്സുകാരി കുട്ടിയുടെ ആ മർഡർ കേസ് അറിയാം സാർ. നിനക്കറിയാലോ, അവസാനമായിട്ട് ആ കേസാണ് അവൻ അന്വേഷിച്ചത്. ആ കേസ് അവൻ മുക്കി. നാസറേ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമുക്ക് ആ ജോക്കറിനെതിരായിട്ട് ഒരു FIR ഇടണം. അത് സാർ, പരാതിയൊന്നും ഇല്ലാതെ നമുക്കാവശ്യം അവനെയാണോ? റോബിന്റെ കാമുകി പറഞ്ഞ കഥയിലെ ആ ജോക്കറിനെ. ഒരു പക്ഷേ ഡിപ്പാർട്ട്മെന്റിന് അവൻ വിഷമാകാം, അല്ലെങ്കിൽ അമൃതാവാം. ബഷീർ സാറേ, മേലാഫീസർമാരുടെ പ്രഷറൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. താനതൊന്നും കാര്യാക്കണ്ട. ആ സാർ, തനിക്ക് മനസ്സിലായോ ഇദ്ദേഹത്തെ? കണ്ണൂർ DSP. താൻ പറഞ്ഞ പുതിയ ആളാണല്ലേ? ഞാൻ പോയിക്കോട്ടെ സാർ. ഓക്കെ, ശരി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? യെസ് സാർ. പയ്യൻ എങ്ങനെയാടോ? ആ, നമ്മുടെ പയ്യനല്ലേ, ശരിയാക്കാന്നേ. കുഴപ്പക്കാരൊന്നുമല്ലല്ലോ? ഏയ് കൈയിട്ട് വാരല് ഒന്നുമില്ല, അവൻ നമ്മുടെ പയ്യനല്ലേ. മിഷൻ ജോക്കർ. നോ ഡിപ്പാർട്ട്മെന്റ്, ബി പേഴ്സണൽ. ഓക്കെ? പൂച്ചലിൽ 10ാം ക്ലാസ്സുകാരനെ കാർ ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ആദിശേഖറിന്റെ കുടുംബം. ആദിശേഖർ മുൻപ് പ്രതിയെ കളിയാക്കിയതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ സംശയം. പ്രതി പ്രിയരഞ്ജൻ ഒളിവിലാണ്. ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ക്രിമിനൽ ബന്ധമുള്ള പ്രിയരഞ്ജൻ 14 വയസ്സുള്ള ഒരു കുട്ടിയാണ് കൊന്നത്. മുൻവൈരാഗ്യം, ആസൂത്രിതം, ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു എന്നുള്ള കാരണത്തിന്റെ മുൻവൈരാഗ്യം. മതം തലക്ക് പിടിച്ചാൽ പിന്നെ ചിലമാർക്ക് ഭ്രാന്താണ് സാറേ. അതെടോ തെമ്മാടിത്തരം. അതെ സാറേ. സാർ, ആ ഹരി, കള്ളനായിന്റെ മോൻ. ഹരി, സാർ, ആ നാസറിനോട് കണ്ടവനൊന്നും പിടിച്ചിടിക്കണ്ടെന്ന് പറയും. അവസാനം കേസ് മൊത്തം നമ്മുടെ തലയിലാവും. സത്യം പറയടാ, എനിക്കറിയാം. സാർ, സാർ എന്താടോ വിളിക്കുന്നുണ്ട്. എന്താടോ, പ്രതി വിളിച്ചോ? ഇല്ല സാർ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലല്ല. സർ, ഒരു രാത്രി, ഇന്നത്തെ ഒരു രാത്രി മാത്രം അവൻ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലവും
നമ്മുടെ കൺട്രോളിലാണ്. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. സർ ഇതാ കണ്ടില്ലേ, ഉത്തരം പറഞ്ഞു മടുത്തടോ. മീഡിയയുടെ ശല്യം വേറെ, മറുപടി പറഞ്ഞു മടുത്തു. നിനക്കൊക്കെ കണ്ടവനും ഇടിച്ച് നടന്നാ മതി. സാറേ പ്രദീപാണ്. പറയൂ പ്രദീപ്. സാർ, അവൻ കേരളത്തിലില്ല, കോയമ്പത്തൂരാണ്. അവൻ എസ്കേപ്പ് ആകാൻ പാടില്ല. ഇല്ല സാർ, അവൻ അവിടെ ഫോളോ ചെയ്യാൻ നമ്മുടെ മുത്തുവേലുണ്ട്. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ സാർ. സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. പ്രിയരഞ്ജൻ കോയമ്പത്തൂരുണ്ട്. എന്നാ പിന്നെ സമയം കളയണ്ട. പൂവച്ചാൽ മർഡർ പ്രതി പ്രിയരഞ്ജൻ ജീവനോട് ഇവിടെ എത്തും വരെ ഒരു മീഡിയക്ക് ഒരു വാർത്തയും കൊടുത്തു പോരുത്. സാർ. ബേബി സാർ. 3 മണിക്കൂർ റണ്ണിംഗ് ഉണ്ട് കോയമ്പത്തൂർ. സാർ. ഒന്നും ഒഫീഷ്യൽ വേണ്ട. ഓക്കെ. ഓപ്പൺ. ലോക്ക് പ്രിയരഞ്ജൻ, ലോക്ക്. മുങ്ങി നടക്കണല്ലേ പ്രിയരഞ്ജൻ. കേരളവും കടന്ന് തമിഴ്നാട്ടിലേക്ക്. താനാരാ
തനിക്ക് എന്താണ് വേണ്ടേ? താൻ ആരാ? താനാരാ താനാരാ താനാരാ? ഒരു താനാരാ, രണ്ട് താൻ താനാരാ, ആരാടോ? മൂന്ന് താനാരാ, അഞ്ച് താനാരാ. വടാ വടാ വടാ, വാ 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 വാ. കമോൺ കമോൺ മാൻ. ആരാടോ? ഇതെന്താണെന്നറിയോ എനിക്ക്? കമോൺ മാൻ, കമോൺ. ചിരി നിർത്ത. നീ ആരാ? നീ ആരാടാ? മിണ്ടരുത് നീ. നീ ചെയ്ത് നിനക്കറിയില്ല, ഞാൻ പറഞ്ഞു തരണോ? പാവം, നിനക്കൊന്നും അറിയില്ല. എന്ത് തെറ്റാടാ 14 വയസ്സുകാരൻ ചെയ്തേ? നീ മൂത്രം ഒഴിച്ചതിനെ ചോദ്യം ചെയ്തതിനോ? പറയടാ, ആ പാവം പയ്യനെ കൊന്നു കളഞ്ഞില്ലേ? എന്റെ കയ്യിലുള്ളത് എന്താണെന്നറിയാതെ എനിക്ക്? മൂത്രം. പശുമൂത്രമല്ല, മനുഷ്യന്റെ മൂത്രം. ഇതിന്റെ രുചി അറിയോ നിനക്ക്? നീ അറിയണം, നീ അറിയണം മൂത്രത്തിന്റെ രുചി. കുറച്ച് കുടിച്ചു നോക്കാം. ദാഹിക്കുന്നുണ്ടോ നിനക്ക്? നല്ലോണം ദാഹിക്കുന്നുണ്ടോ? നീ മരിക്കണം പ്രിയരഞ്ജ, നീ മരിക്കണം. ദിസ് ഈസ് ആസിഡ് പോയ്സൺ. യൂറിൻ ഡൈലൂട്ടഡ് ഐസ്. ആസിഡ് പോയ്സൺ. 1 drop, 2 drop, 3 drop, 4 drop, 5 drop. ഡൈലൂട്ട്. നീ മരിക്കണം പ്രിയരഞ്ജ, നീ മരിക്കണം. നീ മരിക്കേണ്ടവനല്ലേ? അതെ, നീ മരിക്കേണ്ടവനാണ്. 14 വയസ്സ് പ്രായം. ഒരു പോലീസുകാരനോ, ഒരു ഡോക്ടറോ, ഒരു എഞ്ചിനീയറോ, ഒരു കളക്ടറോ ആവേണ്ട പയ്യൻ. പ്രിയരഞ്ജ, നീ മരിക്കണം, നീ മരിക്കണം പ്രിയരഞ്ജ, നീ മരിക്കണം പ്രിയരഞ്ജ. ആ പാവം പയ്യനെ വണ്ടി ഇടിച്ചു കൊന്നു. നിനക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ സമയമായി. പതിയെ 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 നീ മരിക്കണം പ്രിയരഞ്ജ. പ്രിയരഞ്ജ, പ്രിയരഞ്ജ, നിനക്കുമില്ലേ ഒരു മകൻ? നിനക്കുമില്ലേ ഒരു മകൾ? നിനക്കുമില്ലേ മക്കൾ? നിന്റെ അവസാനം, നിന്റെ അവസാനം ഈ മൂത്രം കുടിച്ചു. മൂത്രം കുടിച്ച് മരിക്കുന്ന ഈ ലോകത്തെ ആദ്യത്തെ പ്രതിമയായിരിക്കണം. നോ എവിഡൻസ്, നോ എവിഡൻസ് മാൻ. ഞാനൊന്നും ബാക്കി വെക്കില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ടേ ഞാൻ പോകൂ. കുടിക്കടാ, കുടിക്കടാ. സെക്കൻഡുകൾ മാത്രം ഇനി നിന്റെ മരണത്തിന്. ഏയ് പ്രിയരഞ്ജൻ, പ്രിയരഞ്ജൻ മാൻ. 1 2 3 4 ചാവടാ നീ, പോയി ചാവടാ. അങ്ങനെ ചോക്കടാ. നിയമങ്ങളെയും നിയമ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുക. ദുരുപയോഗം ചെയ്ത നിനക്ക് പ്രിയരഞ്ജൻ, കമോൺ കമോൺ മാൻ, കമോൺ മാൻ.
ഞാനും ഈ നാട് മുഴുവനും ആഗ്രഹിച്ച, ഈ നാട് മുഴുവനും തരുന്ന ശിക്ഷ മരണം. മരണം, മരണം മാത്രം. നിനക്ക് ഞാനൊരു പാട്ട് പാടിത്തരട്ടെ മരിക്കുന്നതിന് മുമ്പ്? നിനക്ക് ഞാനൊരു പാട്ട് പാടിത്തരട്ടെ? കാക്കേ കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരയില്ലേ. മനുഷ്യനാകണം, മനസ്സ് ശുദ്ധമാക്കണം, ആ മനസ്സിനുള്ളറ ഒരു കോവിലാക്കണം, അതിലവന്റെ ദൈവരൂപം കുടിയിരുത്തണം, പടിയിറക്കണം, നടയടക്കണം, മനുഷ്യൻ തീർത്ത ദൈവരൂപം പടിയിറക്കണം. മതങ്ങൾ തീർത്ത കോവിലുകൾ നടയടക്കണം, മതങ്ങൾ തീർത്ത കോവിലുകൾ നടയടക്കണം, മതങ്ങൾ തീർത്ത കോവിലുകൾ നടയടക്കണം. സാറേ ഇവിടെ Shit. ശ്ശെ. മാഡം. പോയി നോക്കടോ, അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഓക്കെ സാർ. അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതി തെളിവെടുപ്പ് പൂർത്തിയായി. മരിച്ച കുട്ടിയുടെ വലിപ്പത്തിലുള്ള ഡമ്മി ഉപയോഗിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും അവസാന നിമിഷം അന്വേഷണ സംഘം അത് ഒഴിവാക്കുകയായിരുന്നു. അനാമിക പീഡന കേസിലെ പ്രതി ബീഹാർ സ്വദേശി ഷെരീഫ് മസ്താനി എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയെ പോലീസ് नाम क्या है? शरीफ। सजी रखोड़ी। इधर कर दूं। बिहार। बिहार में किधर?
तू वो बच्चे को मार डाले क्या? नहीं सर, मैं कुछ नहीं किया। नहीं किया? नहीं, मुझे मालूम नहीं सर। तुम वो बच्चे को क्या किया? नहीं सर, सच बताओ, नहीं तो तुमको इधर मार डालेगा। नहीं सर, कुछ मत करो। बेबी वो साले मारेगा, मैं सच बोल साले। सच बताओ। मत मारो सर, छोड़ो बाबू। किधर छुपा कर रखो? नहीं सर, बोलो तुम, सच बोलो। मैं सच ही बताएगा। तुम ही किया, मेरे को पता है। इवन जान लो। ए सच बोल, किसने मारा बच्ची को? किसने मारा बच्ची को? किसने मारो बच्ची को? वो पूछते ना तुमको। मुझे मालूम सर। ബേബി നമ്മൾ ഇങ്ങനെ ഇവനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടണ്ടേ? रिकॉर्डिंग ओके ले? उल्लू का पट किधर लेके गए उसको? मत मारो, बाप का परेड़ा क्या किया उसको? बाप पकड़े। നാസർ बताओ साले, ഇരിക്ക്, बताओ, ഇരിക്ക്. बताओ, मत मारो सर। बताओ। बोल 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 बोल। इसको मारेगा सर। नहीं सर, मुझे छोड़ो। അവൻ സത്യം പറയും. പറയൂ സാറേ, അവനെ കൊണ്ട് പറയിപ്പിക്കാം। സാറേ, ए सच बोल, बताओ साले। केरला पुलिस के बारे में क्या समझा तुम? हैं? केरला पुलिस को क्या समझा? हाँ? कुछ बात नहीं। सच बोल, सच बोल. मासूम बच्चे का चेहरा देखकर तुम ये काम कैसे किया साले? सीधा देख, इधर അവൻ देख, പറഞ്ഞോളൂ, देख के നമ്മളെ बता, കൊണ്ട് देख के പറയിപ്പിക്കാം. बता। मैं बताएगा सर, मैं बताएगा सर। पानी കുറച്ച് വെള്ളം കൊടുക്കുക. सीधा बताओ. पानी पानी सर. वो साला इसको पानी मत देना, मत इसको मैं मारेगा साले। ജിസി, വെള്ളം കൊടുക്ക്. पानी पानी दिया सर. കൊടു. नहीं सर, इसको मत देना सर, इसको मार के मैं भोसड़ी। पानी दिया. വെള്ളം കൊടുക്കണോ? അല്ല സാറേ 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 അവൻ വെള്ളം കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് പറയിപ്പിക്കാം. കുടിക്കടാ. കുടിക്കട്ടവൻ, അവനെ കൊണ്ട് ഞാൻ ഛർദിപ്പിക്കാതെ. ഇവനൊന്ന് ശരിക്കും പച്ച വെള്ളം കൊടുത്തു പോയത്. वो साले भोसड़ी, वो कितनी छोटी बच्ची थी, तुम कैसे किए साले उसको? कैसे मन मिले उसको ऐसे करने के लिए? बताओ सीधा। तुमको इधर से मार डाल के पीस पीस टुकड़ा करके मट्टी में दफन करेगा मैं। സാറേ ഇവനെ കോട്ടേഴ്സിൽ കൊണ്ട് ചോദ്യം ചെയ്ത് നോക്കിയാലോ? അതൊന്നും വേണ്ടോ. ഓക്കെ, വലിയൊരു പ്രോസസ്സിങ് നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ശരി സാർ. സാറേ നാളെ തന്നെ ഇവനെ കോടതിയിൽ ഹാജരാക്കല്ലേ? എടോ, കാര്യങ്ങളൊന്നും വേഗം ആയിക്കോട്ടെ. തീർച്ചയായും സാർ. ആ പിന്നെ ക്രൗഡിനെ ശ്രദ്ധിക്കണം. ഓക്കെ സാർ. അല്ല സാർ, കേരള പോലീസ്, ദിസ് ഈസ് എ റോങ് കേരള പോലീസ്. എന്തിനാ സാറന്മാരെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും, കേസ് അന്വേഷിച്ച് നിങ്ങൾക്കും എല്ലാ മീഡിയക്കാർക്കും അറിയാം ഇവനാണ് പ്രതിയെന്ന്. പിന്നെന്തിനാ സാറേ ഈ ഡ്രാമ? ഇവനെയൊക്കെ റിമാൻഡ് ചെയ്ത് സർക്കാർ ചിലവിൽ വയറു നിറയെ ഫുഡും കൊടുത്ത് സുഖജീവിതത്തിന് വിടുന്നതിനേക്കാൾ നല്ലത് ഇവനെയൊക്കെ കൊല്ലുന്നതല്ലേ സാറേ നല്ലത്. ഇങ്ങനെയുള്ള പ്രതികൾക്ക് ഒരു നിയമമേ ഉള്ളൂ സാർ, മരണം. ഒരു കുഞ്ഞിനെ ബ്രൂട്ടലായി കൊന്നുകളഞ്ഞ ഇവന് വേണ്ടി ഒരു DSP, ഒരു CA, ഒരു SI, ഒരു കോൺസ്റ്റബിൾ. നിങ്ങളുടെ സമയം, കോടതിയുടെ സമയം, വർഷങ്ങൾ നീളുന്ന കോടതിയുടെ വാദപ്രതിവാദങ്ങൾ എന്താണ് സാർ? എന്തിനാണ് സാർ? ആർക്ക് വേണ്ടിയാണ് സാർ ഇങ്ങനെ ഒരു നിയമം? കേരള പോലീസ്. സാറേ ഇവൻ വിടാൻ പാടില്ല അവനെ. ബേബി നാസർ, എന്റെ കളി കേരള പോലീസിനോടാണ്. നിയമം പ്രജകൾക്കാണ്, അതോ അധികാരികൾക്കോ, അതോ ഭരണകൂടം? ഓടോ ഓടോ ബേബി വാ. പറയൂ കേരള പോലീസ്. സാറേ സാറേ കെയർഫുൾ. കമോൺ കമോൺ കേരള പോലീസ്. കമോൺ പോലീസ്, കമോൺ. ഐ ആം വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ്. ബീഹാർ സ്വദേശി ഷെരീഫ് മസ്താനി, നീ സുഖമായി മടങ്ങുക ദൈവസന്നിധിയിലേക്ക്. അവിടെ കാണും നീ പീഡിപ്പിച്ചു കൊന്ന അനാമിക എന്ന പെൺകുട്ടി. എന്താ സാറേ, ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇവൻ മരിക്കേണ്ടതല്ലേ? സാർ, ഇവൻ മരിക്കേണ്ടവനാ സാർ.
ഒന്ന് പോ സാറേ, സാറിനറിയാം ഞാൻ ചെയ്തത് ശരിയെന്ന് അല്ലേ? എന്നിട്ടും സാർ എന്നെ പിടിക്കാൻ വേണ്ടി ഓടുന്നു. ബാഡ് സാർ, കേരള പോലീസ് വെരി ബാഡ്. നെറികെട്ട ഷെരീഫ് മസ്താനി അനാമികയെ കണ്ടാ പറയണം, അവൾക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ ഒരാളുണ്ടായിരുന്നു. ഹേ കേരള പോലീസ്, വേണമെങ്കിൽ എൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റം ചുമത്താം. 120B രാജ്യദ്രോഹം. എന്നാൽ ഞാൻ ചെയ്തത് എൻ്റെ നീതി, എൻ്റെ നിയമം. സത്യമേവ ജയതേ. സ്റ്റേഷനിലേക്ക് വിളിച്ചോളെ സാറേ, വിടരുതവനെ. Go, go, go. Yes, my name is Joker. मैं हूँ Joker. मेरा नाम है Joker. കലികാലം, ന്യൂജൻ കപ്പിൾസിന്റെ ഒരു അവസ്ഥ. മുഖ്യ പ്രതി ഗ്രീഷ്മയ്ക്ക് ഉപാധികളോടെ ജാമ്യം. രാജീവേ, ഗ്രീഷ്മയ്ക്ക് ജാമ്യം പോലും. ഇതെന്തൊരു കഷ്ടാണിടോ. നമ്മളാ കേസൊക്കെ ഡിസ്കസ് ചെയ്യണം സാറേ. ഒരു പാവം പയ്യനായിരുന്നു. പ്രേമം മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ് ചെക്കൻ്റെ ജീവിതമായിട്ട് പോയി കിട്ടി. എന്താ ഉപാധികളെന്നറിയോ നിനക്ക്? ഒന്ന്, ചെറിയ പ്രായമാണെന്ന്. പിന്നെ പെൺകുട്ടി ചെയ്തത് ആദ്യത്തെ കൊലപാതകമാണെന്ന്. പിന്നെ ജയിലിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരോടും ലൈംഗികതയാണ് അവൾക്ക്. ഇതൊക്കെ തന്നെടോ കാരണം. എന്ത് നിയമാണെടോ രാജീവേ. എന്താ ചെയ്യാ സാറേ, പെണ്ണൊരുമ്പെട്ടാളെന്ന് കേട്ടിട്ടുള്ളൂ സാറേ. ഇതിപ്പോൾ കണ്ടു. നാസർ സർ. എന്താടോ താൻ അറിഞ്ഞില്ലടോ ഇന്നത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ്? അറിഞ്ഞു സാർ. ഷാരോൺ വധക്കേസിലെ മുഖ്യപ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം. ഞാനും രാജു ഇപ്പൊ അതേപറ്റി സംസാരിച്ചു സാർ. ഓ അത് ശരി. താനൊന്ന് അവിടം വരെ പോകേണ്ടി വരും കുറച്ചു നേരത്തേക്ക്. അത് വേണോ സാർ? രാജീവ് ഉച്ചയ്ക്ക് ശേഷം ലീവാണ്. ഓ അങ്ങനെയാണെങ്കിൽ രാജീവും ഷമീറും കൂടെ പോട്ടെ. അതാവും നല്ലത് സാർ. രാജീവേ സാറല്ലേ, വേഗം ചെല്ലടോ. എന്തൊരു ഭരണവ്യവസ്ഥിതിയാടോ ഇത്. തന്റെ സഖാക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ? സുഖാണ് സാർ. അങ്ങനെ ആവട്ടെ. ഗ്രീഷ്മ കേസിലെ പ്രതി ഒരാണായിരുന്നെങ്കിൽ അവന്റെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? ശരിയാണ് സാർ. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. വൈകിട്ട് നമുക്ക് ക്ലബിൽ കാണാം സാർ. ഇവളാരെ സിനിമ നടിയാ? പറയൂ
നിങ്ങളുടെ ഇനി എന്താ അടുത്ത ജയിൽ നടപടി? നിങ്ങളുടെ ജാമ്യം ഇനി എന്താണ് അടുത്ത നടപടി? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പുറത്ത് അതൊന്നും ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ജാമ്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വെളിയിൽ വന്നിരിക്കുന്നു. ഒന്ന് മാറി കൊടുത്തേ. ഒന്ന് വഴി കൊടുത്തേ. മാറി, മാറി. ഒന്ന് മാറി കൊടുത്തേ എല്ലാവരും. ഒന്ന് മാറി കൊടുത്തേ. മാറി, മാറി. ഒന്ന് നീങ്ങി നിൽക്കടോ. തമിഴ്നാട് കേസ് അടുത്ത കേസ് തമിഴ്നാടാണെന്ന് ഒന്ന് മാറി കൊടുക്കണം. തമിഴ്നാട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഡ്രൈവർ പോട്ടെ ഒന്ന് മാറി നിൽക്കണോ. ഫോർമാലിറ്റീസ് ഒന്നും അവസാനിച്ചിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്യണ്ടേ? വക്കീലെ, പണത്തിന്റെ കാര്യത്തിൽ ഒരു വിഷമം വിചാരിക്കണ്ട. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബാക്കി കാര്യം അത് ഗ്രീഷ്മമായിട്ട് സംസാരിച്ചോളൂ. ആ ശാരദേ, വക്കീലിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. സാറി ഇരിക്കൂ, നമുക്കൊന്ന് കൂടണം. എന്തേ? ആയിക്കോട്ടെ. സാർ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പകരം സാർ എന്നോട് ചോദിച്ചത് ഇഷ്ടത്തോടെയാണോ അതോ? നോ. നിയമങ്ങൾ പഠിച്ച എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റുമോ? ഇഷ്ടത്തോടെയാണെങ്കിൽ സാർ ആഗ്രഹിച്ചതിനപ്പുറം എനിക്ക് തരാൻ പറ്റും എന്തും. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഫാദർ പേടിക്കണ്ട. അച്ഛാ, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് ചോദ്യങ്ങൾ അടങ്ങി നിൽക്കടാ. എന്റെ ചോദ്യങ്ങൾക്ക് നിന്റെ ഉത്തരം എനിക്ക് വേണ്ട. പക്ഷേ എന്റെ ചോദ്യങ്ങൾ അതെന്റെ ചോദ്യങ്ങൾ മാത്രമാണ്. അടങ്ങി നിൽക്കടാ. എന്താ അച്ഛന് ഇത്ര പേടി? ഗ്രീഷ്മയുടെ അച്ഛന് പേടിയോ? ഗ്രീഷ്മയുടെ അച്ഛന് പേടിയോ? പേടിക്കണ്ട അച്ഛാ. മാതാ പിതാ ഗുരു ദൈവം എന്നല്ലടോ ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. നീ മറന്നോ അത്? ഞാനോ? പോലീസോ? നോ പോലീസ്. മൈ വെപ്പൺ. പിന്നെ എങ്ങനെയാണോ താൻ ഈ കേസിൽ പ്രതിയായത്? ഗ്രീഷ്മ കേസിൽ ഗ്രീഷ്മയുടെ അച്ഛൻ പ്രതിയായത് എങ്ങനെയാ? പറയടാ. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലെന്ന് എനിക്കറിയാം. ഒരച്ഛന്റെ ധർമ്മം എന്താണെന്ന് അറിയോ നിനക്ക്? ഒരച്ഛനാകാനുള്ള യോഗ്യത എന്താണെന്ന് അറിയോ നിനക്ക്? അതറിയാതെ പോയതാണ്. നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലുമടാ അച്ഛ. പേടിക്കല്ല അച്ഛ. ഇത് കണ്ണിൽ കയറ്റിയാലുണ്ടല്ലോ പിന്നെ നിനക്ക് ഈ ലോകം കാണാൻ കഴിയില്ല. ഞാനൊരു സ്വകാര്യം പറയട്ടെ അച്ഛ. ആരോടും പറയരുത്. പറയട്ടെ. ഗ്രീഷ്മയോടെ തന്റെ മകൾ ഗ്രീഷ്മയോടെ? വക്കീലെവിടെ? നിന്റെ ഭാര്യ എവിടെ? എനിക്ക് വേണം അവരെ. നിന്റെ മകൾ ഗ്രീഷ്മയെ വേണം. കണ്ടോ നീ? ഇത് കണ്ടോ? ജ്യൂസ്, നല്ല മധുരമുള്ള ജ്യൂസ്.
കുടിക്കണമെന്ന് എനിക്ക്. ഇങ്ങനെയല്ലേ നിന്റെ മകൾ പാവമ്മ ഷാരോണിനെ കൊന്നത്? കുടിക്കാം. വെയിറ്റ്. നിനക്ക് വേണോ? നിന്റെ മകൾക്ക് വേണോ? നിന്റെ ഭാര്യക്ക് വേണോ? വക്കീലിന് വേണോ? ഞാൻ തീരുമാനിക്കും. ഷാരോണിന് നീതി കിട്ടണം. കിട്ടണം. കിട്ടട്ടെ അച്ഛാ. കമോൺ. ഏയ് അമ്മ, താൻ മിണ്ടരുത്. ഒരക്ഷരം. അമ്മ. മമ്മി മമ്മി ടെൽ മീ മമ്മി. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അമ്മേ. അമ്മ എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. ഇല്ലേ? ഉണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ താൻ വേണ്ടിപ്പോകരുത്. കിളവാ, കൊല്ലാതെ കൊല്ലും നിന്നെ ഞാൻ. ഓറഞ്ച് ഫ്രൂട്ട്സ് കഴിക്കണോ? അടങ്ങിയിരിക്കണേ. മിണ്ടരുത്. മിണ്ടിപ്പോകരുത്. ഒരു പാവം പയ്യനെ കൊല ചെയ്തിട്ട് ഇരുന്ന് പോകുന്നോടെ. മകളെ നല്ലത് പറഞ്ഞ് വളർത്തേണ്ട അമ്മയും അച്ഛനും, മകൾക്ക് ആദ്യ വിവാഹത്തിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയ ജോസിന്റെ വാക്കിൽ ഒരു പാവം പയ്യന്റെ ജീവൻ ഒരു കഷായത്തിന്റെ വിലയിട്ട അച്ഛനും മകളും അമ്മയും വക്കീലും. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം. അല്ലേ അമ്മ? അല്ലേ അച്ഛാ? മന്ത്രവാദത്തിൽ വിശ്വസിച്ചത് ആദ്യ തെറ്റ്. പട്ടാളക്കാരനെ ആഗ്രഹിച്ചത് മറ്റൊരു തെറ്റ്. എനിക്ക് നിന്റെ മോളെ വേണം. എനിക്ക് നിന്റെ മോളെ വേണം. ഗ്രീഷ്മയെ വേണം. ഒന്ന് കളയും ഞാൻ. ഷാരോണിന് നീതി കിട്ടണം. നീതി കിട്ടണം. നീതി കിട്ടണം. നീയും നിന്റെ വക്കീലും പണവും പ്രതാവും ഉപയോഗിച്ച് ജാമ്യത്തിലിറക്കിയ നിന്റെ മകളെ ഗ്രീഷ്മയെ, അവളെ എനിക്ക് വേണം. അവളെ എനിക്ക് വേണം അച്ഛാ. മിണ്ടടാ. പാവമായിരുന്നില്ലേ നിങ്ങളുടെ മകളെ ആത്മാർത്ഥമായി പ്രേമിച്ച ആ പയ്യനെ ഇത് കിട്ടണ്ടേ? വക്കീലേ, പിടി വീണു. രക്ഷപ്പെടാൻ കഴിയില്ല വക്കീലേ. നിയമം അറിയുന്ന വക്കീൽ എന്തിനാ പേടിക്കുന്ന വക്കീലേ? നടക്ക് വക്കീലേ. എനിക്ക് വേണ്ടത് ഗ്രീഷ്മയാണ്. പക്ഷേ വക്കീൽ എനിക്ക് പറയാനുള്ളത് കേൾക്കണം. എന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം എനിക്ക് വേണ്ട. ചോദ്യം മാത്രം. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും വക്കീലും ആദ്യമായിരിക്കും അല്ലേ അച്ഛാ? ഈ ലോകത്ത് ആദ്യമായിരിക്കും. നടക്ക് വക്കീലേ. ഗ്രീഷ്മയെ മോഹിച്ച വക്കീല് മോഹത്തിന്റെ സമ്മാനമായി ഗ്രീഷ്മയ്ക്ക് ജാമ്യം. എന്താ നിങ്ങൾക്ക് വേണ്ടത് വക്കീലേ? ഈ കഥയൊക്കെ അടങ്ങി നിക്കടാ. എടാ വക്കീലേ, പണവും പാരിതോഷികവും പിന്നെ പെണ്ണും ഇതെല്ലാം കിട്ടിയാ നിനക്ക് ലഹരിയാണെന്ന് എനിക്കറിയാം. നിന്നെ കൊല്ലാതെ കൊല്ലും വക്കീലേ ഞാൻ. ഇവിടെ നിയമവും ജുഡീഷ്യറിയും പരാജയമല്ലടാ. പരാജയപ്പെടുന്നിടത്ത് ഞാനുണ്ടാകും. ഇവിടെ എന്റെ നിയമമാണ്. വിധി പറയുന്നതും ഞാനാണ്. കളവാ, നിന്നെ ഞാൻ വിടില്ല വക്കീലേ. നിങ്ങളെ ഞാൻ വിടില്ല തള്ളേ. കിളവാ തള്ളേ. എവിടെ ഗ്രീഷ്മയോടെ വക്കീലേ? ഓറഞ്ച് കൊല്ലില്ല വക്കീലേ, കൊല്ലില്ല. മൂർച്ചയില്ല വക്കീലേ. ദിസ് വെപ്പൺ മൂർച്ചയില്ല. കണ്ടില്ലേ എങ്ങനെ ഞാൻ കൊല്ലും? അമ്മേ, ഓറഞ്ച് പോലെയുള്ള നിങ്ങളുടെ മകൾ എവിടെ? വക്കീലേ, നിന്നെ എനിക്ക് വേണ്ട. ഗ്രീഷ്മയെ വേണം. ഗ്രീഷ്മയെ. പാവം ഷാരോണിന് നീതി കിട്ടണ്ടേ വക്കീലേ? വേണ്ടേ അമ്മേ? വേണ്ടേ വക്കീലേ? അമ്മേ, അച്ഛാ.
വക്കീലേ, നീ ആടുമാടുകളെ കശാപ്പ് ചെയ്യുന്ന കണ്ണുണ്ടോ വക്കീലേ? പക്ഷേ നിന്നെ ഞാൻ കൊല്ലില്ല, കൊല്ലില്ല വക്കീലേ, കൊല്ലില്ല. നിന്നെ ഞാൻ കൊല്ലില്ല. നിനക്ക് നിയമം അറിയാം, നിനക്ക് നിയമം അറിയാം. ഗ്രീഷ്മ, ഗ്രീഷ്മ, കമോൺ ഗ്രീഷ്മ, കമോൺ. മിണ്ടലടാ കിളവ. ഇനി നീ മിണ്ടിയാ ഒന്ന് കളയും ഞാൻ. മിണ്ടരുത്, മിണ്ടരുത് തള്ളേ. മിണ്ടിപ്പോകരുത് വക്കീലെ, മിണ്ടിപ്പോകരുത്, മിണ്ടിപ്പോകരുത്. മന്ത്രവാദത്തിൽ വിശ്വസിച്ച് ജോൾസൻ പറഞ്ഞതും പണിക്കര് പറഞ്ഞതും അപ്പാടെ വിഴുങ്ങി അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കുന്ന മനുഷ്യ ജന്മങ്ങൾ. ഗ്രീഷ്മ, ഗ്രീഷ്മ, കമോൺ, മിണ്ടിപ്പോകരുത് കിളവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രീഷ്മ, ഗ്രീഷ്മ, കമോൺ ഗ്രീഷ്മ, കമോൺ. നീ എവിടെയാ? തമിഴ്നാട്ടിലോ? നിന്റെ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റിയെന്നറിഞ്ഞു. ഗ്രീഷ്മ, ഗ്രീഷ്മ, മോളെ ഗ്രീഷ്മ, സുന്ദരിയാണല്ലോ ഗ്രീഷ്മ. ചേർ. ഗ്രീഷ്മ, ജാമ്യത്തിലിറങ്ങി നീ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ ഗ്രീഷ്മ? ഐ ആം സിറ്റിംഗ്. ഗ്രീഷ്മ, ഷാരോൺ പാവമായിരുന്നില്ലേ? അവൻ നിന്നെ സ്നേഹിച്ചിരുന്നില്ലേ? ഷാരോൺ, അവന്റെ സ്നേഹത്തിന് നീ വിലയിട്ടത് കഷായവും ജ്യൂസും അല്ലേ ഗ്രീഷ്മ? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പട്ടാളക്കാരനെ കല്യാണം കഴിക്കാനോ? അതോ കഴപ്പോ? നിന്റെ മരണം പ്രണയത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാമുകന്മാർക്ക് വേണ്ടി. അടങ്ങിയിരിക്കണേ, മിണ്ടരുത്. നീ കൊന്ന് കളയും ഞാൻ. നീ മരിക്കണം ഗ്രീഷ്മ, നീ മരിക്കണം, 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 മരിക്കണം ഗ്രീഷ്മ, മരിക്കണം. നിനക്ക് ഏത് ജ്യൂസാ വേണ്ടത്? പറ, പറ. ആപ്പിൾ ജ്യൂസോ, മാംഗോ ജ്യൂസോ, പൈനാപ്പിൾ ജ്യൂസോ, ചോക്ലേറ്റ്? എന്ത് ജ്യൂസാ വേണ്ടത്? ഞാൻ തരും, ഞാൻ തരും. പക്ഷേ എല്ലാ ജ്യൂസിലും നിനക്ക് ഞാനൊരു ശിക്ഷ വെച്ചിട്ടുണ്ട്. സ്മോൾ പോയ്സൺ, ഹെവി പോയ്സൺ, ഹെവി ഹെവി പോയ്സൺ. കമോൺ ഗ്രീഷ്മ, കമോൺ, കമോൺ. വാ, നിനക്ക് ഞാൻ ജ്യൂസ് തരാം, നിനക്കിഷ്ടപ്പെട്ട ജ്യൂസ്. സുന്ദരിയാണല്ലോ ഗ്രീഷ്മ. വെറുതെയല്ല, ജയിലിലും നിനക്ക് പ്രണയം. പട്ടാളക്കാരോട് പ്രണയം. പ്രണയിക്കുന്നത് കൊണ്ടാണോ നീ ഇത്രയും സുന്ദരി? വക്കീല് വെറുതെയല്ല പ്രണയിച്ചത്. This is my gloves. ഗ്രീഷ്മ, നിനക്ക് പോകാൻ സമയമായി. ഷാരോൺ സന്തോഷിക്കുന്നുണ്ടാവും. നിന്റെ ഓരോ മിടിപ്പും പതുക്കെ പതുക്കെ ഇല്ലാതാവുമ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേൽക്കണേ, ജ്യൂസ് കുടിക്കാൻ പോവാം. Come on, us more weight. Come on girl, come on girl, come on. കരയുന്നു ഗ്രീഷ്മ, കരയുന്നു. മരണത്തിലേക്ക് നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഗ്രീഷ്മ. Come on, come on, come on girl. ഗ്രീഷ്മ, come on. വാടിയുടെ വരാൻ വാടേ. ജാമ്യം കിട്ടിയപ്പോ ജനങ്ങൾ അറിഞ്ഞത് എന്താണെന്നറിയോ?
പ്രായക്കുറവ്, ആദ്യത്തെ കൊല, കണ്ടവന്മാരെ കൂടെ നിനക്ക് കണ്ടവന്മാരെ കൂടെ നിനക്ക് ലൈംഗികം ആസ്വദിക്കണം അല്ലേ? ആസ്വദിക്കാം. ഇനി നിനക്ക് മരണം ആസ്വദിക്കാം. മരണത്തിനൊരു ആസ്വാദനം കൂടുതലാണ്. ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ ഇമ്പമുള്ളത് മരണമാണ് ഗ്രീഷ്മ. മരണമാണ്. ഒരു പാവം പയ്യന്റെ ജീവന് അടങ്ങിയിരിക്കടി. ഒരു പാവം പയ്യന്റെ ജീവന് ഒരു കഷായത്തിന്റെ വിലയിട്ട നിന്നെ അടിച്ച് കൊല്ലണം. വക്കീലേ, നിയമം അറിയുന്ന നിങ്ങൾ കൂട്ടുനിന്നു. നിങ്ങൾക്കും വേണ്ടേ പോയ്സൺ ജ്യൂസ്? ഏതാ വേണ്ടേ? ചോക്ലേറ്റ്, ആപ്പിൾ, ഗ്രേപ്പ്, മോർ പോയ്സൺ ജ്യൂസ്. നിനക്ക് വേണോ ഗ്രീഷ്മ? നിനക്ക് വേണ്ടേ? തനിക്ക് വേണ്ടേ? വേണ്ട ഗ്രീഷ്മ. യുവർ ഡ്രിങ്ക് ജ്യൂസ്, ചോക്ലേറ്റ്. നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ്, നിനക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ. അമ്മേ, നിങ്ങളുടെ മകൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ്, പോയ്സൺ ജ്യൂസ്. അമ്മ മിണ്ടരുത്, അച്ഛൻ മിണ്ടരുത്. ചുപ്പ് രഹോ. ഗ്രീഷ്മ, ജ്യൂസ്, പോയ്സൺ ജ്യൂസ്. നീ കുടിക്കും. നീ കുടിക്കണം. ഇസ് ചോക്ലേറ്റ് ജ്യൂസ് ആൻഡ് ഓപ്പൺ ചോക്ലേറ്റ് ജ്യൂസ്. നീ കുടിച്ചിട്ടില്ലേ? ഷാരോൺ കുടിച്ചല്ലോ. പതുക്കെ. ഇസ് ചോക്ലേറ്റ്സ് പോയ്സൺ. Then next, ഏത് ജ്യൂസ് വേണം? ആപ്പിൾ ജ്യൂസ്, നോട്ട്സ്, ആപ്പിൾ എസൻസ്. ഗ്രീഷ്മയ്ക്ക് ഇഷ്ടം ആപ്പിൾ ജ്യൂസ്. യു ഡ്രിങ്ക്. കുടിക്കേ. വക്കീൽ, നീ കാണുന്നുണ്ടോ വക്കീലേ? അമ്മ മകളുടെ മരണം കാണണ്ടേ? യു ഡ്രിങ്ക് then poison. മതിയാവോളം കുടിക്ക് ജ്യൂസ്. അച്ഛാ, ഇങ്ങനൊരു മകൾക്ക് നിങ്ങൾ ജന്മം നൽകാൻ പാടില്ലായിരുന്നു. ഗ്രീഷ്മ, നിന്റെ ചങ്കിടിപ്പ് എനിക്ക് കേൾക്കാം. നീ മരിക്കണം ഗ്രീഷ്മ. വക്കീലേ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? കൊല്ലില്ല നിന്നെ. നിയമം, നീ ഒരുപാട് നിയമം ഇനിയും പഠിക്കാനുണ്ട് വക്കീലേ. നീ പഠിച്ച നിയമമൊന്നും ശരിയല്ല വക്കീലേ, ഒന്നും ശരിയല്ല. നിന്നെ ഞാൻ കൊല്ലില്ല. കാരണം ഇനിയും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും. ഇനി ഒരിക്കലും ഒരു കേസിന് വേണ്ടി നീ വായ തുറക്കില്ല. വായ തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഥവാ നീ വായ തുറന്നാൽ ആ നാക്ക് ഞാൻ പിടിച്ചെടുക്കും. ഞാൻ കൊല്ലില്ല. നീ ജീവിക്കണം. IPC ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 307. അറ്റംപ്റ്റ് ടു മർഡർ CRPC 364. Barrier 407, 429. Attempt to rape 166. അനുബന്ധ ഉപവകുപ്പുകളും വയലേഷൻ 2 വുമൺ ആക്ട്. അങ്ങനെ എന്തെല്ലാം വകുപ്പുകൾ എനിക്ക് എഴുതി ചേർക്കാം വക്കീലേ. The end. All close the file. ഇത് എന്റെ നിയമമാണ്. ഞാൻ തന്നെ വിധി പറയുന്ന എന്റെ നിയമം.
മൈ റോൾ. End of the life, Grishma. Goodbye. ഷാരോൺ വധക്കേസിലെ പ്രതിയായിരുന്ന ഗ്രീഷ്മ അതിദാരുണമായി കൊല്ലപ്പെട്ടു. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെയും മൂന്നാം പ്രതിയായ അച്ഛനെയും ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടിനെ നടുക്കിയ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെ പ്രത്യേക ഉപാധികളോടെ ഇന്നലെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. വക്കീൽ ഗിരിവാസനും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രീഷ്മയുടെ കൊലപാതകത്തിനു പിന്നിലെ പ്രതിയെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. ജോക്കറിന്റെ മുഖംമൂടിയണിഞ്ഞ കില്ലറിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. എന്നാൽ ഗ്രീഷ്മ കൊല്ലപ്പെട്ടതിൽ സന്തോഷിച്ചും കളിയാക്കിയും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുന്ന സാഹചര്യമാണ് കാണുന്നത്. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയുടെ ജോക്കർ എന്ന കില്ലറുടെ കൊലപാതകമായി കാണുവാനാവില്ലെന്നും പോലീസ് അധികാരികൾ വ്യക്തമാക്കി. കേരള ന്യൂസ്.